ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ബി കൂൾ വിത്ത് പൊന്നു. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ചാലിയം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വിശേഷങ്ങളും അവിടെ എത്തിയ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. സൺഡേ ആയതുകൊണ്ട് തന്നെ റോഡിലൊക്കെ നല്ല ബ്ലോക്കായിരുന്നു. അങ്ങനെതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെതാ ഞങ്ങൾ ചാലിയത്ത് എത്തിയിട്ടുണ്ട്. സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഭയങ്കര ബ്ലോക്കായിരുന്നു. ഈ ഒരു ചാലിയം ബീച്ചിലും നല്ല തിരക്കായിരുന്നു. വണ്ടിയൊന്നും പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പാർക്കിങ്ങിലാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരുപാട് നടക്കാനുണ്ട് ചാലിയം ബീച്ചിലേക്ക്. നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ നല്ല രസമായിട്ട് അങ്ങനെ ഒരുപാട് നടക്കാനുണ്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ ഇതാ പാർക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ബീച്ചിലേക്ക് ഒരുപാട് നടക്കാനുണ്ട്. അങ്ങോട്ട് പോയവർക്കറിയാം. പക്ഷെ നല്ലൊരു വൈബാണ് കേട്ടോ. ആ ഒരു നടത്തം നമുക്ക് ഒരിക്കലും മടുപ്പ് തോന്നില്ല. കാരണം നല്ല കാറ്റും ഒരു സൈഡിലതാ ഇതുപോലെ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് അങ്ങനെ നടക്കാം. അവിടെ എവിടെ നോക്കിയാലും ഇതുപോലെ ചൂണ്ട ഇടുന്നവരെ കാണാം. ഇങ്ങനെ ഇരുന്നിട്ട് ചൂണ്ട ഇടുന്നുണ്ട് ഒരുപാട് ആൾക്കാർ. നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് നമ്മൾ അങ്ങോട്ട് ബീച്ചിലേക്ക് പോകുന്ന ആ ഒരു വഴിയിലൊക്കെ ഉള്ളത്. അങ്ങനെ ഞങ്ങളിതാ അവിടെ ഏകദേശമൊക്കെ എത്താറായിട്ടുണ്ട്. അപ്പോഴേക്കും തന്നെ സൂര്യനൊക്കെ അസ്തമിക്കാറായിട്ടുണ്ടായിരുന്നു. നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് അങ്ങനെ നടക്കാൻ നല്ല വൈബാണ് കേട്ടോ ആ ഒരു നടത്തം. ഞങ്ങളിതാ അങ്ങനെ ചാലിയം ബീച്ചിലെത്തിയിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ കാണുന്ന ഇത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡായിട്ടുണ്ടായിരുന്നു ഈ ഒരു കുടിലുകൾ. ഇത് ഷോപ്പുകളായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അവിടെ ഒന്നുമില്ല. അത് ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ടൊക്കെയാണ്. ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്ലേസാണ് അവിടെ. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ മോന് പറയുന്നത് അവന് ബീച്ചിലെത്തി അവന് വെള്ളത്തിലേക്ക് ഇറങ്ങണം. അതിന് വേണ്ടിയിട്ടാണ് അവൻ പറയുന്നത് വെള്ളത്തിൽ ഇറങ്ങാമെന്ന്. അങ്ങനെ ഞാൻ അവൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്ത് പിന്നെ ഹസ്ബൻഡും അവനും കൂടെ കുറച്ച് സമയം ബീച്ചിൽ വെള്ളത്തിൽ ഇറങ്ങിയിട്ടൊന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്ഥലം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും നേരിട്ട് കാണാൻ അതിലേറെ ഭംഗിയുണ്ട്. അങ്ങനെ അവർ വെള്ളത്തിൽ മോന് ബീച്ചിലെത്തിയ അവന് വെള്ളത്തിലിറങ്ങണം. അപ്പോൾ ഞങ്ങൾ വരുമ്പോഴേ അതിനുള്ള ഡ്രസ്സൊക്കെ കരുതിയിട്ടാണ് വരുന്നത്. അങ്ങനെ ഞങ്ങളതാ അവിടെ എത്തി. ബീച്ചിലെത്തിയാൽ പിന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണല്ലോ അല്ലേ ഉപ്പിലിട്ടത്. അത് ഞങ്ങളും അവിടെ നിന്ന് ഉപ്പിലിട്ടതൊക്കെ കഴിച്ച് അങ്ങനെ ബീച്ചിലിറങ്ങി വെള്ളത്തിൽ കളിച്ചിട്ട് വരുന്ന വരവാണിത്. അങ്ങനെ കുറച്ച് സമയം അവിടെയൊക്കെ നിന്നതിൻ്റെ ശേഷം ഞങ്ങളിതാ തിരിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഈ ഒരു ബീച്ചിലെ തിരക്കാണ് ഈ കാണുന്നത്. നമുക്ക് നടക്കാനുള്ള സ്പേസ് വരെ ഇല്ലായിരുന്നു, അത്രയും തിരക്കായിരുന്നു. ഈ പോകുന്ന ബോട്ട് കണ്ടോ, അത് ഫിഷിംഗ് ബോട്ടാണ്. അതിൽ നിറയെ മീനുകളുണ്ട്. മീനിനെ പിടിച്ചിട്ടാണ് അവർ പോകുന്നത്. പിന്നെ ഈ ഒരു കാഴ്ച കണ്ടോ, ഫ്രണ്ടിൽ വലിയൊരു ബോട്ട്, അതിൻ്റെ തൊട്ട് പിന്നാലെ 3 ചെറിയ ബോട്ടുകൾ. അത് 2 സെക്ഷനായിട്ട് അങ്ങനെ ഉണ്ട്. അതെന്താണ് അവരങ്ങനെ പോകുന്നത് എന്നുള്ളത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. 2 സെക്ഷനായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ഫ്രണ്ടിൽ വലിയ ബോട്ട്, പിന്നെ അതിൻ്റെ തൊട്ട് പിറകിലായിട്ട് ചെറിയ ബോട്ടുകളുമാണ്. അതുപോലെ ഒറ്റ ലൈനായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അതെന്താണ് ഇങ്ങനെ പോകുന്നതെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അതൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ മുന്നോട്ട് നടന്നു.
അതിനുശേഷം ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചാലിയത്ത് ഞാൻ കണ്ട പ്രത്യേകത, ഏത് ചായ കടയിൽ കയറിയാലും ഈ ടേബിളിൽ ഇതുപോലെ കാടമുട്ട, കോഴിമുട്ട, താറാവ് മുട്ട ഒക്കെ പുഴുങ്ങിയിട്ട് ഇതുപോലെ എല്ലാ ടേബിളിലും വെച്ചിട്ടുണ്ട്. അത് ഞാൻ വേറെ എവിടെ ഞാനങ്ങനെ കണ്ടിട്ടില്ല. ഇവിടെ കണ്ടപ്പോൾ എനിക്കൊരു പ്രത്യേകത തോന്നി. കാരണം എല്ലാ കടകളിലും ഞാൻ കണ്ട് ഇതുപോലെ. അങ്ങനെ മോനെ ഉറക്കം വന്നിട്ടുണ്ട് കേട്ടോ, അതാണ് അവൻ അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഇതാ മോൻ്റെ ഫേവറേറ്റാണ് ഈ ഒരു കാടമുട്ട മസാല. ഞങ്ങൾ അതൊക്കെ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ ജങ്കാറിൽ കയറാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷേ അപ്പോഴേക്കും അതിൻ്റെ ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്കത് മിസ്സായി, അതിൽ കയറാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് വേറൊരു ദിവസം വന്നിട്ട് കയറാമെന്ന്. അത് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഹാർബറിലേക്കാണ് പോയത്, ഫിഷിംഗ് ഹാർബറിലേക്കാണ് പോയത്. അവിടെ ഒരുപാട് ഫിഷിംഗ് ബോട്ടുകൾ ഇതുപോലെ മീൻ കൊണ്ടുവരുന്നുണ്ട്. ഫുള്ള് മത്തിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. മത്തീൻ്റെ ചാകര എന്ന് തന്നെ പറയാം. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. നല്ല ഫ്രഷ് മത്തി ഇതുപോലെ കാണുന്നതും. നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഫ്രഷ് ആയിട്ടുള്ള, അപ്പം പിടിച്ച് കൊണ്ടുവന്ന നല്ല പെടക്കണ മീൻ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ മീനാണ്. ഞങ്ങൾ അതിൽ നിന്നും കുറച്ച് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ലാഭമാണ് കേട്ടോ അവിടെ നിന്ന് മീൻ വാങ്ങിക്കുമ്പോൾ. അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് മീനൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നു. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ്. ഞങ്ങൾ പോരുന്ന വഴിയിൽ നല്ല ബ്ലോക്കായിരുന്നു. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും തിരക്കായിരുന്നു, നല്ല ബ്ലോക്കായിരുന്നു റോട്ടിൽ. സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് എല്ലാവരും ഔട്ടിങ്ങിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടാവുമല്ലോ. സൺഡേസിലല്ല എല്ലാവർക്കും ഒന്നും ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. അതിനതാ ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടോട്ടി തുറക്കലുള്ള അറേബ്യൻ മജ്ലിസിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഉൾഭാഗത്ത് കയറിയ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. അതിൻ്റെ ഉൾഭാഗം നല്ലൊരു ആംബിയൻസ് ആണ്. നമുക്കത് ഒരു റെസ്റ്റോറൻ്റ് ആയിട്ടേ ഫീൽ ചെയ്യില്ല. ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാനും അതുപോലെ ഫാമിലിയുടെ കൂടെയൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തിരുന്നിട്ട് ഫുഡ് കഴിക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്പേസാണ് കേട്ടോ. അതായത് അതിൻ്റെ ഒരു ഉൾഭാഗമാണ് ഈ കാണുന്നത്. ഞങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ടറായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സൂപ്പാണ്. ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പും അതുപോലെ ചിക്കൻ സോർ ആൻഡ് സ്പൈസി സൂപ്പും കൂടെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സൂപ്പൊക്കെ കഴിച്ചപ്പോഴേക്കന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മന്തി റൈസും അതുപോലെ പെപ്പർ അൽഫാമുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ എത്തി ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ്. ഒരു അൽഫാമിൻ്റെ ആ ഒരു മസാലയൊക്കെ നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടെ നിന്നും ഇറങ്ങി ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. നല്ല പോലെ ടൈം വൈകിട്ടുണ്ടായിരുന്നു. കാരണം നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല പോലെ വൈകിട്ടുണ്ടായിരുന്നു. അതാ ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാ ഞങ്ങൾ കൊണ്ടോട്ടി എത്തിയിട്ടുണ്ട്. മോയിൻകുട്ടി വൈദ്യർ സ്മാരകമാണ് ഈ കാണുന്നത്. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും ഏകദേശം 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. മോനൊക്കെ നല്ല ഉറക്കമായിരുന്നു. വണ്ടിയിൽ തന്നെ കിടന്നിട്ട് അവൻ നല്ല പോലെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ. ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.